ഒരുപാട് രാത്രികൾ നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാതെ കണ്ണുകൾ തുറന്ന് മേൽക്കൂര നോക്കി കിടന്നിട്ടുണ്ടോ? മനസ്സു പ്രാർത്ഥനയാൽ തളർന്നിരിക്കുമ്പോഴും ഉള്ളിലൊരു ചോദ്യം തുടർച്ചയായി മുഴങ്ങുന്നുണ്ടാവും. എന്തുകൊണ്ടെന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം ഇങ്ങനെ വൈകുന്നു? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം വിശ്വാസക്കുറവല്ല, ഇത് വേദനയുള്ള ഹൃദയത്തിന്റെ നിലവിളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ രൂപത്തെയോ സമ്പത്തെയോ നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഒരു മനുഷ്യൻ പേര് പറയണ്ട, കാരണം ആ മനുഷ്യൻ നമ്മളിലേവരായിരിക്കാം. എല്ലാ രാത്രികളിലും അവൻ ഉറങ്ങുന്നതിനു മുമ്പ് കൈകൾ ഉയർത്തും, കണ്ണുകളിൽ കണ്ണീർ നിറയും, നാവിൽ ദുആകളുണ്ടാകും. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരേ ഒരു ചോദ്യം മാത്രം, യാ അല്ലാ, നീ എന്നെ കേൾക്കുന്നില്ലേ? അവൻ നല്ലവനായിരുന്നു, നമസ്കരിച്ചിരുന്നു, പാപങ്ങളെ പേടിച്ചിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ സഹായം ഇങ്ങനെ വൈകുന്നതെന്തിന്? ഒരു ദിവസം ഈ മനുഷ്യൻ ഒരു പണ്ഡിതനെ സമീപിച്ചു. വളരെ ശാന്തമായി അവൻ ചോദിച്ചു, ഞാൻ അല്ലാഹുവിനോട് സംസാരിക്കുന്നു, പക്ഷേ അവൻ മറുപടി പറയുന്നില്ല. പണ്ഡിതൻ പുഞ്ചിരിച്ചു, പിന്നെ പറഞ്ഞു, മകനെ, അല്ലാഹുവിന്റെ മൗനം നിരസനമല്ല, അതൊരു പാഠമാണ്. നീ ചോദിക്കേണ്ട ചോദ്യം ഇതല്ല, അല്ലാഹു എന്നെ കേൾക്കുന്നില്ലേ, മറിച്ച് എന്റെ ഹൃദയം അല്ലാഹുവിനോട് സംസാരിക്കാൻ തയ്യാറാണോ? പണ്ഡിതൻ ഒരു കഥ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ പറയുമായിരുന്നു, ഈ കിണറിൽ വെള്ളമില്ല. ഒരിക്കൽ ഒരു യാത്രക്കാരൻ അതിലേ വന്നു. അവൻ കിണറിലേക്കിറങ്ങി നോക്കി. അവിടെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ മണ്ണും കല്ലും അഴുക്കും നിറഞ്ഞിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, മകനെ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഈ കിണറിലെ വെള്ളം പോലെയാണ്. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ മുകളിലുള്ള അഴുക്കാണ് അതിനെ മറയ്ക്കുന്നത്. മനുഷ്യൻ ഞെട്ടിപ്പോയി. എന്റെ ഹൃദയം അഴുക്കാണോ? പണ്ഡിതൻ പതുക്കെ പറഞ്ഞു, നീ ആരോടെങ്കിലും ക്ഷമിക്കാതെ കിടന്നിട്ടുണ്ടോ? നീ മറ്റുള്ളവരെ താഴ്ത്തി കാണുന്നുണ്ടോ? നീ ദുആ ചെയ്യുമ്പോൾ പോലും നിന്റെ ഹൃദയം മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല, കാരണം ഉത്തരം അവന്റെ ഹൃദയത്തിനുള്ളിലുണ്ടായിരുന്നു. സുഫി പണ്ഡിതർ പറയുന്നത്, ദുആയുടെ ശക്തി നാവിലല്ല, ഹൃദയത്തിലാണ്. ഹൃദയം അഹങ്കാരത്താൽ നിറഞ്ഞാൽ, അസൂയയാൽ നിറഞ്ഞാൽ, പാപങ്ങളിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ദുആ ആകാശത്തേക്കുയരാൻ ഭാരമേറിയതാകും. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിനു മുമ്പ് ഈ ഒരു വാക്ക് ഹൃദയത്തിൽ പറയൂ, യാ അല്ലാ, എന്റെ ഹൃദയം ശുദ്ധമാക്കൂ. ശേഷം വളരെ ലളിതമായി നിങ്ങളുടെ ആവശ്യം പറയൂ. അല്ലാഹുവിന് ശുദ്ധമായ ഹൃദയങ്ങളാണ് ഏറ്റവും പ്രിയം. പണ്ഡിതൻ മറ്റൊരു കഥ പറഞ്ഞു. ഒരു സൂഫി ഓരോ രാത്രിയും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ഒരാൾ അവനോട് ചോദിച്ചു, ഇത്ര വർഷങ്ങളായി നീ ദുആ ചെയ്യുന്നു, അല്ലാഹു മറുപടി പറഞ്ഞില്ലേ? സൂഫി പുഞ്ചിരിച്ചു, പറഞ്ഞു, അല്ലാഹുവിന്റെ മറുപടി എന്റെ ദുആ തന്നെയാണ്. അവൻ എന്നെ തന്റെ വാതിലിനു മുന്നിൽ നിർത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വിളിക്കാൻ കഴിയുമോ? ഹൃദയം ശുദ്ധമാക്കാൻ അല്ലാഹു ബുദ്ധിമുട്ടുള്ള വഴികൾ ആവശ്യപ്പെട്ടിട്ടില്ല. 3 കാര്യങ്ങൾ മതി. 1. സത്യമായ തൗബ. തൗബ എന്നത് വെറും വാക്കുകളല്ല, ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഖേദം, അതിലേക്ക് മടങ്ങരുതെന്ന ദൃഢനിശ്ചയം, സാധ്യമെങ്കിൽ തെറ്റ് പരിഹരിക്കൽ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ തൗബ. ഇങ്ങനെ തൗബ ചെയ്യുന്നവനെ അല്ലാഹു സ്നേഹിക്കുന്നുവെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. 2. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുക. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. അല്ലാഹു നിങ്ങളോട് ക്ഷമിക്കണമെന്നല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സൂറത്തു നൂർ 24-22. ഇസ്ലാമിൽ ക്ഷമിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ആത്മനിയന്ത്രണത്തിന്റെ പരമാവധി രൂപമാണ്. കോപം വന്നിട്ടും അതിനെ അടക്കി പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ക്ഷമിക്കുന്നവനെ അല്ലാഹു ഉയർന്ന പദവിയിലേക്കുയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തൻ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല, കോപത്തിന്റെ സമയത്ത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. 3. സ്ഥിരമായ ദിക്ർ. ദിവസവും ശാന്തമായി 100 പ്രാവശ്യം പറയൂ, അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ഹൃദയത്തിലെ പൊടിയെ കഴുകും. അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിന്റെ ഗുണങ്ങൾ. 1. പാപമോചനത്തിന്റെ വഴി. മനുഷ്യൻ അറിയാതെ ചെയ്തതും അറിഞ്ഞ ചെയ്തതുമായ എല്ലാ പാപങ്ങൾക്കും ക്ഷമ തേടുന്നതാണ് ഇസ്തിഗ്ഫാർ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. 2. ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നു.
തുടർച്ചയായി അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവന്റെ ഹൃദയം ലഘുവാകുന്നു, ദുഃഖവും വിഷമവും കുറയുന്നു, മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു. 3. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർ സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നോ അല്ലാഹു അവന് എല്ലാ കഷ്ടതകളിൽ നിന്നും മോചനം നൽകും. 4. റിസ്ക് അഥവാ ഉപജീവനം വർദ്ധിക്കുന്നു. ഇസ്തിഗ്ഫാർ പറയുന്നവർക്ക് അല്ലാഹു അപ്രതീക്ഷിത വഴികളിലൂടെ ഹലാൽ ഉപജീവനവും ബർക്കത്തും നൽകുന്നു. 5. ദുആഉകൾ സ്വീകരിക്കപ്പെടുന്നു. പാപങ്ങൾ ദുആക്ക് തടസ്സമാണ്. ഇസ്തിഗ്ഫാർ വഴി ആ തടസ്സങ്ങൾ നീങ്ങുകയും ദുആഉകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 6. അല്ലാഹുവിനോട് അടുത്താവുന്നു. ഇസ്തിഗ്ഫാർ നമ്മെ വിനീതരാക്കുന്നു. വിനയം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവങ്ങളിലൊന്നാണ്. 7. നബിയുടെ സുന്നത്ത്. നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം 70-ലധികം തവണ ഇസ്തിഗ്ഫാർ പറഞ്ഞിരുന്നു. നബി ചെയ്ത കാര്യം നമ്മൾ ചെയ്യുന്നത് വലിയ പുണ്യമാണ്. ഒരു ദിക്റുണ്ട് ഹൃദയം കട്ടിയുള്ളവർക്ക്, സഹായം വൈകുന്നവർക്ക്. അത് യാ ഫത്താഹ്. ദിവസവും ഫജറിന് ശേഷം 111 പ്രാവശ്യം ശാന്തമായി പറയൂ. വാതിലുകൾ ആദ്യം ഹൃദയത്തിൽ തുറക്കും. യാ ഫത്താഹു, ദുആയുടെ ഗുണങ്ങൾ. അർത്ഥം: യാ ഫത്താഹു എന്നത് തുറക്കുന്നവൻ, എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുന്ന അല്ലാഹു എന്നർത്ഥമാണ്. വഴികൾ ഇല്ലെന്ന് തോന്നുന്നിടത്തും വഴികൾ തുറക്കുന്നവൻ അല്ലാഹുവാണ്. യാ ഫത്താഹു എന്ന് വിളിച്ചു ദുആ ചെയ്യുന്നതിന് ഉള്ള ചില ആത്മീയ ഗുണങ്ങൾ: ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ. ജോലി, പഠനം, വ്യാപാരം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ യാ ഫത്താഹു എന്ന് ആവർത്തിച്ച് ദുആ ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ സഹായം നേടാൻ സഹായിക്കും. റിസ്ക്, ഉപജീവന മാർഗങ്ങൾ തുറക്കാൻ ഈ നാമം വളരെ പ്രഭാവശാലമാണെന്ന് പണ്ഡിതർ പറയുന്നു. ഹൃദയത്തിലെ ഭാരവും വിഷമവും മാറാൻ. ആശങ്ക, നിരാശ, മനസ്സിൻ്റെ അടച്ചുപൂട്ടൽ എന്നിവ മാറി ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ സഹായിക്കും. ജ്ഞാനവും ബോധവും ലഭിക്കാൻ. പഠനത്തിലും ആത്മീയ അറിവിലുമുള്ള തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദുആകൾക്ക് ഉത്തരം ലഭിക്കാൻ. അല്ലാഹു ദുആകൾ സ്വീകരിച്ച് മറുപടി നൽകാൻ വഴികൾ തുറക്കുന്നു. 3 ആത്മീയ ബോധ്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നാം തീരുമാനിക്കുന്നതിന് മുൻപ് നമുക്കുണ്ടായിരിക്കേണ്ട 3 പ്രധാന ബോധ്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുക. രണ്ടാമത്, മാറ്റത്തോടുള്ള ശരിയായ നീയത്ത് അഥവാ ഉദ്ദേശ്യമുണ്ടാക്കുക. മൂന്നാമത്, മാറ്റത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക. ബോധ്യം 1. നമ്മുടെ അവസ്ഥ അറിയുക. നോയിങ് ആ സ്റ്റേറ്റ്. നല്ല ശീലങ്ങൾ സ്വീകരിക്കുകയോ ദോഷകരമായ ശീലങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. കാരണം എല്ലാ പ്രവൃത്തികളുടെയും ഉറവിടം ഹൃദയമാണ്. ആത്മപരിശോധന, മുഹാസബ വഴിയല്ലാതെ നമ്മളെ ശരിയായി അറിയാൻ സാധിക്കില്ല. നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുന്ന ഈ ആത്മബോധമാണ് നന്മ കൈവരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. പൂർണ്ണമായും ശുദ്ധമായ ഹൃദയം കൈവരിക്കുക അസാധ്യമാണെന്ന ബോധ്യത്തോടുകൂടി നടത്തുന്ന ആത്മപരിശോധന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ലജ്ജയും വിനയവും ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ അവസ്ഥ മാറ്റിത്തരാൻ നാം അവനോട് യാചിക്കും. ശക്തിയും മാറ്റവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇച്ഛയിലൂടെയല്ലാതെ ഉണ്ടാകുന്നില്ല. നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ: ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കുക. ദിവസേന ഒരു ഡയറി എഴുതുന്ന ശീലം ആരംഭിക്കുക. നിങ്ങൾ ചെയ്യുന്നതും അനുഭവിക്കുന്നതും എല്ലാം എഴുതുക. നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും നടക്കുന്ന സംഭാഷണങ്ങൾ കുറിക്കുക. നിങ്ങളുടെ ദൗർബല്യങ്ങളും ശക്തികളും എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും നിങ്ങളെ നിയന്ത്രിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതുപോലെ കാണാൻ പഠിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിരന്തരം ശ്രദ്ധിക്കുക. ബോധ്യം 2. മാറ്റത്തിനുള്ള ശരിയായ നീയത്തുണ്ടാകുക. റിയലൈസേഷൻ 2. ഹാവിംഗ് ദ റൈറ്റ് ഇൻറ്റൻഷൻസ് ഫോർ ചേഞ്ച്. നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ബോധ്യം ഇതാണ്: നാം ഏത് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ ഉത്തമമായി ആരാധിക്കണമെന്ന ആഗ്രഹമായിരിക്കണം. നമ്മുടെ മാറ്റത്തിനുള്ള ശുദ്ധമായ നീയത്ത് നമ്മുടെ നഫ്സിൽ നിന്നും അഹം, ആഗ്രഹങ്ങൾ, സ്വാർത്ഥത എന്നിവയിൽ നിന്നല്ല ഉയരേണ്ടത്, മറിച്ച് നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവിനോടുള്ള
പരിപൂർണ അടിമത്തത്തിൻ്റെ ഉബൂദിയക്കിൻ്റെ ഉച്ചകോടിയിൽ നിന്നായിരിക്കണം. ഞാനൊരു നല്ല മാതാപിതാവാകണം, ഒരു നല്ല മകനോ മകളോ ആകണം, ഒരു നല്ല വിദ്യാർത്ഥിയാകണം എന്നിങ്ങനെ മാത്രം നിയ്യത്തുവെച്ചാൽ വഴിമധ്യേ നമുക്ക് എളുപ്പം കൈവിടാൻ തോന്നും. ശരി, അടുത്ത വർഷം നോക്കാം എന്ന് നമ്മൾ നമ്മോട് തന്നെ പറയുകയും ചെയ്യും. ഇവിടെ നല്ലതാകാനുള്ള കാരണം ഞാൻ, നഫ്സ് ആകുന്നു, അള്ളാഹുവിനായുള്ള നീ, യു അല്ല. പക്ഷേ നമ്മുടെ നീയത്തെ ഒരു പടി കൂടി ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സേവിക്കണമെന്ന ആവശ്യത്തിലേക്കും അവനോടുള്ള അത്യന്തം സ്നേഹത്താലും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും അവർക്കുണ്ടാകട്ടെ യോടുള്ള സ്നേഹത്താലും ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മാറ്റത്തിനുള്ള നിയ്യത്ത് അല്ലാഹുവിനു വേണ്ടി മാത്രം, മറ്റൊന്നിനും വേണ്ടിയല്ല എന്ന നിലയിലേക്കെത്തും. നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ, സജസ്റ്റഡ് ആക്ഷൻ പോയിന്റ്സ്. നിങ്ങളുടെ നിയ്യത്ത് പരിശോധിക്കുക. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിനായി ചെയ്യുക. അല്ലാഹുവിനായി നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഇഹ്സാനോടെ, സ്നേഹത്തോടെയും പരിപൂർണതയോടെയുമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഭാഗ്യം നോക്കാം എന്ന് നമ്മൾ നമ്മോട് പറയുകയില്ല. അല്ലാഹുവിനായി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഞാൻ എന്നതിൽ നിന്ന് നീ എന്നതിലേക്കാണ് മാറുന്നത്. ബോധ്യം 3. മാറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക. റിയലൈസേഷൻ 3. അണ്ടർസ്റ്റാൻഡിംഗ് ദ നേച്ചർ ഓഫ് ചേഞ്ച്. മൂന്നാമത്തെ ബോധ്യം ഇതാണ്: മനുഷ്യർ മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ സ്വഭാവം സാധാരണയായി ക്രമാതീതമായ വലിയ മാറ്റങ്ങളിലൂടെയല്ല, മറിച്ച് ക്രമാനുസൃതമായ ഗ്രാജ്വൽ മാറ്റങ്ങളിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ മഹത്വവും പരിശുദ്ധിയുമുള്ളവൻ, ആഗ്രഹിച്ചാൽ ഒരാൾ ഒരു രാത്രി കൊണ്ട് തന്നെ പൂർണ്ണമായി മാറിപ്പോകാൻ അവന് കഴിയും. അത്തരം സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുമുണ്ട്. എന്നാൽ പൊതുവെ മാറ്റത്തിൻ്റെ സ്വഭാവം പുതിയ ശീലങ്ങൾ പതുക്കെ സ്വീകരിക്കുന്നതിലൂടെയാണ്. മദ്യപാനം ഹറാമാണെന്ന വിധി അവതരിപ്പിക്കപ്പെട്ടപ്പോഴും അത് ഒറ്റ രാത്രി കൊണ്ട് കടുപ്പമുള്ള ഒരു ഉത്തരവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതല്ല. പകരം മുസ്ലിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് എളുപ്പമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ 3 ഘട്ടങ്ങളിലായുള്ള വെളിപ്പെടുത്തലുകൾ അവൻ സുബ്ഹാനഹു വ തആല ഇറക്കി. ആദ്യ വെളിപ്പെടുത്തൽ: അവർ നിന്നോട് മദ്യത്തെയും ചൂതുകളിയെയും കുറിച്ച് ചോദിക്കുന്നു. നീ പറയുക, അവയിൽ വലിയ പാപവും മനുഷ്യർക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയുടെ പാപം അവരുടെ പ്രയോജനത്തേക്കാൾ വലുതാണ്. ഖുർആൻ സൂറത്തുൽ ബഖറ 2:219. രണ്ടാമത്തെ വെളിപ്പെടുത്തൽ: വിശ്വസിച്ചവരെ, നിങ്ങൾ മദ്യലഹരിയിലായിരിക്കുമ്പോൾ നമസ്കാരത്തോടടുത്തുവരരുത്. ഖുർആൻ സൂറത്തുൻ നിസാ 4:43. മൂന്നാമത്തെ വെളിപ്പെടുത്തൽ: വിശ്വസിച്ചവരെ, മദ്യവും ചൂതുകളിയും അല്ലാഹുവല്ലാത്തവർക്കായി സ്ഥാപിച്ച കല്ലുപീഠങ്ങളും ഭാഗ്യബാണങ്ങളും ശൈത്വാന്റെ പ്രവൃത്തികളിൽപ്പെട്ട അശുദ്ധികളാണ്. അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക, നിങ്ങൾ വിജയികളാകാൻ. ഖുർആൻ സൂറത്തുൽ മാഇദ 5:90. നമ്മുടെ ശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആലോചിക്കുമ്പോഴും ഇതേ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒറ്റയടിക്ക് എല്ലാം മാറ്റാൻ ശ്രമിക്കാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. പിന്നീട് പതുക്കെ സ്ഥിരതയോടെ കൂടുതൽ പടികൾ മുന്നോട്ട് വയ്ക്കുക. കാരണം സ്ഥിരതയുള്ള ചെറിയ മാറ്റങ്ങളാണ് ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ, സജസ്റ്റഡ് ആക്ഷൻ പോയിന്റ്സ്. നിങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശീലം ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക. ആദ്യം ഏറ്റവും എളുപ്പമുള്ള ഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുക. ഉദാഹരണങ്ങൾ: എഴുത്ത് ദിവസേന ചെയ്യുന്ന ശീലമാക്കാൻ ആദ്യം ഓരോ രാവിലെയും 5 മിനിറ്റ് സ്വതന്ത്രമായി എഴുതുക എന്ന ലക്ഷ്യം വെക്കുക. പിന്നീട് പതുക്കെ അത് 10 മിനിറ്റിലേക്കും അതിനുശേഷം 15 മിനിറ്റിലേക്കും കൂട്ടുക. ഇങ്ങനെ നിങ്ങളുടെ ദിവസേനയുള്ള ലക്ഷ്യത്തിലെത്തുന്നതുവരെ സമയം ക്രമാതീതമായി വർദ്ധിപ്പിക്കുക. ഓട്ടം ദിവസേന ചെയ്യുന്ന ശീലമാക്കാൻ ആദ്യം ഓട്ടം ഷൂസ് ധരിച്ച് 10 മിനിറ്റ് നടക്കുക എന്നതിൽ നിന്ന് തുടങ്ങുക. പിന്നീട് സമയം കൂടുമ്പോൾ വേഗമോ ദൂരമോ പതുക്കെ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ദിവസേന ഓടുന്നത് സ്വാഭാവികമായ ശീലമായി മാറും. ഹൃദയം ശുദ്ധീകരിക്കുന്ന 3 പ്രവൃത്തികൾ, 3 ആക്ഷൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ഹാർട്ട്. ഈ ബോധ്യങ്ങളെല്ലാം നേടിയ ശേഷം നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കുന്നതിലും ഈമാൻ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ശുദ്ധമായ ഹൃദയം ശുദ്ധമായ പ്രവൃത്തികളിലേക്കാണ് നയിക്കുന്നത്. ഹൃദയം നന്നായാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായി ശരിയാകും ബിഇസ്നില്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കാൻ യമനിലെ ദാർ അൽ മുസ്തഫ സ്ഥാപനത്തിലെ ആത്മീയ ശിക്ഷണാധ്യാപകനായ അബീബ് അലി ഷെയ്ഖ് നൽകിയ ഉപദേശം ഇതാണ്: 3 കാര്യങ്ങൾ നിരന്തരം ചെയ്യുക. ഖുർആൻ വായിക്കുക, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലവാത്ത് ചൊല്ലുക, ഷഹാദത്ത് ഉച്ചരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ പുതിയ നല്ല ശീലങ്ങൾ
നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ: ഒന്നാമത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും നിങ്ങളുടേതായ അവസ്ഥയും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഖുർആൻ വായിക്കാനും കൂടുതൽ സലവാത്ത് ചൊല്ലാനും ഷഹാദത്ത് ഉച്ചരിക്കാനും എന്താണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് നിങ്ങൾക്കു തന്നെ വ്യക്തമാകും. ഉദാഹരണത്തിന്, എൻ്റെ തിരക്കേറിയ സമയക്രമം കാരണം ഓരോ നമസ്കാരത്തിന് ശേഷവും ദീർഘമായി ഖുർആൻ വായിക്കുകയോ സലവാത്ത് ചൊല്ലുകയോ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഫജർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം മുഴുവനും ഈ സ്മരണകൾക്കും പാരായണങ്ങൾക്കും വേണ്ടി ഞാൻ മാറ്റിവെച്ചു. എൻ്റെ ഹൃദയത്തിൽ ഈമാൻ കുറയുന്നതായി എനിക്ക് തോന്നുമ്പോൾ ആ അവസ്ഥയെ നേരിടാൻ ഞാൻ ഖുർആൻ പാരായണവും സലവാത്തും ഷഹാദത്തും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും കഴിവുകളും അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങളുടേതായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. രണ്ടാമത്, നിങ്ങൾക്ക് ശരിയായ നീയത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ നല്ല ശീലങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളെ സഹായിക്കുമെന്നത് ദൃഢമായ വിശ്വാസത്തോടെ അറിയുക. തങ്ങളുടെ ഉള്ളിലുള്ളത് അവർ മാറ്റുന്നതുവരെ അല്ലാഹു ഒരു ജനതയുടെ അവസ്ഥ മാറ്റുകയില്ല. ഖുർആൻ സൂറത്തുർ റഅദ് 13-11. മാറ്റം എളുപ്പമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ ദുആ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവും ബോധ്യവും നിങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട ശക്തിയും ദൃഢനിശ്ചയവും ക്ഷമയും മാറ്റങ്ങളെല്ലാം അവനിൽ നിന്നാണ് വരുന്നതെന്നും അവനുവേണ്ടിയാണ് നടത്തപ്പെടുന്നതെന്നും ഓർമ്മിപ്പിക്കുന്ന മനസ്സ് നൽകണമെന്ന് അവനോട് അപേക്ഷിക്കുക. മൂന്നാമത്, മാറ്റത്തിൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയാൽ ചെറിയതിൽ നിന്ന് തുടങ്ങണമെന്ന സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ചെറിയത് എന്നത് നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് നിർവചിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഖുർആൻ വായിക്കുന്ന ശീലമില്ലായിരുന്നെങ്കിൽ ദിവസേന 1/2 പേജ് ഖുർആൻ വായിക്കുന്നതിൽ നിന്ന് ആരംഭിക്കുക. അതുപോലും ബുദ്ധിമുട്ടാണെങ്കിൽ 3 ആയത്തുകൾ കൊണ്ട് തുടങ്ങുക. പിന്നീട് പാരായണത്തിൽ നിങ്ങൾക്ക് മെച്ചവും സൗകര്യവും ലഭിക്കുമ്പോൾ അതൊരു പേജിലേക്കും പിന്നെ അതിനപ്പുറത്തേക്കും വർദ്ധിപ്പിക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരത, കൺസിസ്റ്റൻസി. അതിനുശേഷം ക്രമാനുസൃതമായ വർധന, ഗ്രാജ്വൽ ഇൻക്രീസ്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും അവർക്കുണ്ടാകട്ടെ, ഇങ്ങനെ ചോദിക്കപ്പെട്ടു: അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ ഏതാണ്? അവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുറവായാലും സ്ഥിരമായി ചെയ്യപ്പെടുന്ന പ്രവൃത്തികളാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ബുഖാരി. ഇതാണ് ആത്മീയ മാറ്റത്തിൻ്റെ രഹസ്യം. ചെറുത്, സ്ഥിരമായി, അള്ളാഹുവിനു വേണ്ടി. യാ അല്ലാഹ്, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അറിയാതെ വന്ന കറുപ്പുകൾ നീ കഴുകേണമേ. ഞങ്ങളുടെ ദുആഹുകൾ നിന്റെ സിംഹാസനത്തോളം ഉയരാൻ നീ സഹായിക്കണമേ. ഞങ്ങളെ നിനക്കടുപ്പിക്കുന്ന ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നൽകേണമേ. ആമീൻ.